ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എസ് പി മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മളൊരു പുതിയൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വേണം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പഠനം. ഈ ഒരു സെഗ്മെൻറ്റിലൂടെ, ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാൻ, കമ്പ്യൂട്ടർ ഒരു സർവീസ് ചെയ്യാൻ, നിങ്ങൾക്കൊരു സ്വയം തൊഴിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു സാധാരണ വ്യക്തിക്ക്, അത്യാവശ്യം ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരാൾക്ക് പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എല്ലാം കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ സർവീസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു പഠനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായ രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം സാധാരണ വ്യക്തികൾക്ക്. ഇന്ന് ഒരുപാട് ആളുകൾ ക്ലാസ്സുകൾ കിട്ടാതെ, ക്ലാസ്സുകൾക്ക് പോവാൻ സാധിക്കാതെയൊക്കെ, പൈസ ഇല്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ പല കാരണങ്ങളാൽ അവർക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ. അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു ക്ലാസ് വളരെ ഉപകാരപ്രദമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ, കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കണമെന്ന് താല്പര്യമില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുക. മറ്റുള്ളവർക്ക് ഇത് ഒരുപാട് പേരുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കണം, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പഠിക്കണം, സോഫ്റ്റ്വെയർ പഠിക്കണം, സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യം പഠിക്കണം, ഒരു കമ്പ്യൂട്ടർ സ്വന്തമായി എങ്ങനെ നിർമ്മിക്കാം, അസംബിൾ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് ഉപകാരപ്രദമായിരിക്കും. അവർക്കൊരു സ്വയം തൊഴിലും കൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഇത് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഫീസ് ഇല്ലാത്തതുകൊണ്ടും, അതുപോലെ തന്നെ പോകാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരാത്തത് കൊണ്ടും എല്ലാം ഉള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ എൻ്റെ പേര് സാദിഖ്. ഞാൻ പ്രൊഫഷണലായിട്ട് കമ്പ്യൂട്ടർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഗൾഫിൽ 2.5 വർഷം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതുപോലെ തന്നെ ചിപ്പ് ലെവൽ സർവീസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു 6-7 വർഷത്തെ മൊത്തത്തെ നാട്ടിലും എല്ലാം കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എൻ്റെ രീതിയിൽ എനിക്ക് മനസ്സിലായതുപോലെ വളരെ സിമ്പിളായിട്ട്, എൻ്റെ ഒരു രീതിയിൽ, മറ്റ് പഠിച്ചതുപോലെ വളരെ ഡീപ്പായിട്ട് അതാണിത് അങ്ങനല്ല, എൻ്റെ ഒരു രീതി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ തുടർ വീഡിയോകൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിലോട്ട് തന്നെ കിടക്കാം. എന്താണ് കമ്പ്യൂട്ടർ? ഞാൻ പറഞ്ഞു, ഞാൻ തിയറി ഒന്നും വളരെ ഡിഫിക്കൽട്ടായിട്ടൊന്നും പറഞ്ഞില്ല. വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു രീതിക്ക്, ഞാൻ മനസ്സിലാക്കിയ ഒരു രീതിക്ക്, നിങ്ങൾക്ക് വളരെ ഒരു പെട്ടെന്ന് ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കുന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അല്ലാതെ കമ്പ്യൂട്ടർ ഉണ്ടായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്, ആനയാണ് ചെയ്യുന്നത്, അങ്ങനെയൊന്നും നിങ്ങൾ മനസ്സിൽ. ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. നമുക്ക് സാധാരണ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, നോട്ട്ബുക്ക്, ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിലുള്ള കമ്പ്യൂട്ടർ. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള TV ഒരു കമ്പ്യൂട്ടറാണ്, സ്മാർട്ട് TVകൾ ഒരു കമ്പ്യൂട്ടറാണ്, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒരു കമ്പ്യൂട്ടറാണ്, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് വാച്ചുകൾ ഒരു കമ്പ്യൂട്ടറാണ്. ഓക്കെ, കാൽക്കുലേറ്റർ അതൊരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് കമ്പ്യൂട്ടർ എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ഈ കമ്പ്യൂട്ടറിനെ രണ്ടായി നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ ഭാഗവും അതുപോലെ തന്നെ ഹാർഡ്വെയർ ഭാഗവും. ഇനി നിങ്ങൾക്ക് ആര് ചോദിച്ചാലും പറയാൻ സാധിക്കണം, നമുക്ക് കമ്പ്യൂട്ടറിനെ എത്ര ഭാഗമായി ഡിവൈഡ് ചെയ്യാം? 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് സോഫ്റ്റ്വെയറും 2 ഹാർഡ്വെയറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാർഡ്വെയർ എന്താണെന്ന് തന്നെ ഫസ്റ്റ് നോക്കാം. ഇതിനകത്ത് ഹാർഡ്വെയറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതോടുകൂടി ഈ വീഡിയോ അവസാനിക്കും. അപ്പോൾ എന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും അതുപോലെ തന്നെ തൊട്ട് അനുഭവിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെ ഹാർഡ്വെയർ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ കാണുന്ന ഭാഗങ്ങൾ, നിങ്ങൾ കണ്ണുകൊണ്ട് കാണാനും തൊടാനും പറ്റുന്നത് കീബോർഡ് നമുക്ക് തൊടാൻ പറ്റും, കാണാനും സാധിക്കും. അതുപോലെ തന്നെ മൗസ്, ഡിസ്പ്ലേ, കമ്പ്യൂട്ടറിൻ്റെ ക്യാബിൻ, കമ്പ്യൂട്ടറിൻ്റെ വയർ, നമ്മൾ പ്ലഗിൽ കണക്റ്റ് ചെയ്യുന്ന വയർ ഇതുണ്ടല്ലോ, കേബിൾ, AC കോഡ്, അതുവരെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ഒന്നുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ ഓരോ പാർട്സുകളും
മദർ ബോർഡ് ആയിക്കോട്ടെ, ഹാർഡ് ഡിസ്ക് ആയിക്കോട്ടെ, DVD ഡ്രൈവ് ആയിക്കോട്ടെ, CD ഇടുന്ന ആ ഭാഗം ആയിക്കോട്ടെ, അതിൻ്റെ ഒരു LED ബൾബ് കത്തുന്ന, നിങ്ങൾക്ക് പുറത്ത് പവർ വന്നു എന്നുള്ളതിനുള്ള പ്രകാശിക്കുന്ന ബൾബ് വരെ നമുക്ക് അതിൻ്റെ ഹാർഡ്വെയറായിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാം. നമുക്കിപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഹാർഡ്വെയർ എന്നുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പുറത്ത് കാണുന്ന ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനുഷ്യനെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. മനുഷ്യൻ്റെ ഹാർഡ്വെയർസ് ഏതൊക്കെയാണ്? മനുഷ്യൻ്റെ ഹാർഡ്വെയർ അല്ലേ, നമ്മുടെ ഹാർഡ്വെയർ നമ്മുടെ കൈ, കണ്ണ്, തല, വായ, മൂക്ക്, ചെവി, ഇതൊക്കെ നമ്മുടെ ഹാർഡ്വെയർ. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നൊരു ഭാഗമാണ് നമ്മുടെ ഹാർഡ്വെയർ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലല്ലോ. ഈ നമുക്ക് തൊടാനും അനുഭവിക്കാനും കഴിയുന്ന ഈ ഇതാണ് നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എന്നതുപോലെ കമ്പ്യൂട്ടറിന് നിങ്ങൾക്ക് പുറമേ കാണുന്ന ഭാഗങ്ങൾ, ഡിസ്പ്ലേ, കീബോർഡ്, മൗസ്, ഹാർഡ് ഡിസ്ക്, അതിനുള്ളിലുള്ള വയറുകൾ, ലൈറ്റുകൾ, നമുക്കിങ്ങനെ പുറത്ത് കാണുന്ന എല്ലാതും കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്താണെന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടറിനെ നമുക്ക് എത്രത്തിൽ തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം. അത് വന്നിട്ട് ഒന്ന് സോഫ്റ്റ്വെയറും ഒന്ന് ഹാർഡ്വെയറും. ഈ ഹാർഡ്വെയർ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഹാർഡ്വെയറെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഇൻപുട്ട് ഡിവൈസും രണ്ടാമത് ഔട്ട്പുട്ട് ഡിവൈസും. ഹാർഡ്വെയറിനെ രണ്ടായി തരംതിരിക്കാം, ഇൻപുട്ടും ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് കൊടുക്കുന്നതും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് തരുന്നതും. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ എടുക്കാം. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യനുമായിട്ട് കമ്പ്യൂട്ടറിനെ ഒരു ഇണക്കിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഓക്കെ, നമുക്ക് നമ്മളെ തന്നെ എടുക്കാം. നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതാണ്? മനുഷ്യൻ്റെ ഔട്ട്പുട്ട് ഡിവൈസാണ് വായ, ഫേസ്, മുഖം. അല്ലേ, മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കണ്ണാടിയാണ്. നമുക്കൊരാൾക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് അയാളുടെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അയാൾ സങ്കടത്തിലാണ് അല്ലെങ്കിൽ അയാൾ സന്തോഷവാനാണ് എന്നുള്ളത്. നമുക്ക് ആ ഫേസിൽ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുത്ത് സാധിക്കും. അതുപോലെ തന്നെ അയാളുടെ ഒരു സന്ദേശം നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത് വോയിസിലൂടെ തരും. അതുപോലെ തന്നെ കയ്യിലൂടെ, ആംഗ്യങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ മറ്റൊരാളിലോട്ട് അറിയിക്കാൻ സാധിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരാൾക്ക് അറിയിക്കുക. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഡിസ്പ്ലേ. നമുക്ക് ഇങ്ങോട്ട് മനസ്സിലാക്കി തരാനുള്ള അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. സ്പീക്കർ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസാണ്. അതുപോലെ തന്നെ പ്രിൻ്റർ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് നമുക്ക് വിവരങ്ങൾ കാണിച്ച് തരുന്നതും നമുക്ക് പുറത്തോട്ട് തരുന്നതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസുകൾ. അപ്പോൾ ഇൻപുട്ട് ഡിവൈസുകൾ എന്താണ്? അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്? നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ഇൻപുട്ട് ഡിവൈസാണല്ലേ. അത് പുറത്തുള്ളൊരു കാര്യം നമ്മുടെ ഉള്ളിലോട്ട്, നമ്മുടെ തലച്ചോറിലോട്ട് എത്തിക്കാനും. നമ്മുടെ ചെവി ഒരു ഇൻപുട്ട് ഡിവൈസാണ്. നമ്മുടെ സ്കിന്ന് ഒരു ഇൻപുട്ട് ഡിവൈസാണല്ലേ. നമുക്ക് തീയിൽ തൊട്ടാൽ നമുക്കുള്ളിലറിയും തീയാണ്. അതായത് അപ്പോൾ ഇൻപുട്ട് ഡിവൈസ്. അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസ് എന്താണ്? മൈക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇൻപുട്ട് ഡിവൈസാണ്. നമ്മൾ മൈക്കിലൂടെ എന്തെങ്കിലും പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലോട്ട് പോകും. കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസാണ്. കീബോർഡിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് കമ്പ്യൂട്ടറിന് അകത്തോട്ട് പോകും. അതുപോലെ തന്നെ മൗസ് നമുക്ക് കമ്പ്യൂട്ടറിനകത്തുള്ള കാര്യങ്ങൾ ഉള്ളിലോട്ട് കൊടുക്കാൻ സാധിക്കും. ക്യാമറ, ഉദാഹരണത്തിന് നമ്മുടെ കണ്ണ് അല്ലേ, നമ്മുടെ കണ്ണ് ക്യാമറ എന്ന് വെച്ചാൽ പുറത്തുള്ള കാര്യങ്ങൾ ക്യാച്ച് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് ഉള്ളിലോട്ട് കൊടുക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ബാർകോഡ് സ്കാൻ ചെയ്യുന്ന സാധനം ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ നമ്മളെ തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്, ഇൻപുട്ട് ഡിവൈസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഏതൊരു സാധനം എടുത്താലും അത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്താണ് ഹാർഡ്വെയർ എന്നുള്ള ഒരു ചെറിയൊരു ബേസിക് നിങ്ങൾക്ക് തിയറി മനസ്സിലാക്കി. നമുക്കിനി അത് കണ്ടും അതിൻ്റെ ഓരോ സെക്ഷനുകളും കാര്യങ്ങളും വർക്കിങ്ങും എന്താണെന്നെല്ലാം നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനായിട്ടായിരിക്കും ക്ലാസ് പോവുക. ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് എൻ്റെ ഒരു ശൈലിയിലാണ് പറഞ്ഞു പോയത്. ഓക്കെ, എൻ്റേതായ ഞാൻ പഠിച്ച ഒരു രീതിക്ക് എനിക്ക് മനസ്സിലാക്കിയ ഒരു രീതിയിലാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കൾ, സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊരു ഉപകാരപ്രദം ആവണം ഈ ഒരു വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ വീഡിയോ ലഭിക്കും. അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുമായിരിക്കും. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ തുടർ വീഡിയോ കൂടെ ലഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇനിയുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ പൂർണ്ണ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല നല്ല
വീഡിയോകൾ നമുക്ക് എങ്ങനെ എല്ലാ ഹാർഡ്വെയർ നമുക്ക് ഓരോ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ സർവീസിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചല്ല, അതേപോലെ തന്നെ CCTV എങ്ങനെ, അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം ഈ ഒരു കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സർവീസ്, ഇലക്ട്രോണിക്സിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ, ചെറിയൊരു ഡിവൈസ് കിട്ടിയാൽ എങ്ങനെ സർവീസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ പഠന ക്ലാസ്സാണ്, കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക്സ് പഠന ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ നമ്മുടെ ചാനൽ SP മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.